ഹലോ ഓൾ. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് എയർപോർട്ട് എഞ്ചിനീയറിൽ ഓറിയൻറ്റേഷൻ ഓഫ് റൺവേ ആണ്. ഓക്കെ, അപ്പോൾ ഒരു എയർപോർട്ടിൻ്റെ കമ്പോണൻസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓറിയൻറ്റേഷൻ ഓഫ് റൺവേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഇറ്റ് ഈസ് ഓറിയൻറ്റേഷൻ. എന്താണ്? ഓറിയൻറ്റേഷൻ ഓഫ് റൺവേ. ഓക്കെ, ഓറിയൻറ്റേഷൻ ഓഫ് റൺവേ ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ഒരു റൺവേ ഓറിയൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ആയിരിക്കണം, അതാണ് നമ്മളിതിൽ നോക്കുന്നത്. അതായത് സപ്പോസ് ഇതാണ് എൻ്റെ റൺവേ എന്ന് വയ്ക്കുക. ഓക്കെ, ദിസ് ഈസ് മൈ റൺവേ. അതിൽ ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. ആ എയർക്രാഫ്റ്റിനെ ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യുവാണ്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു റൺവേയിലേക്ക് വിൻഡ് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ആക്ട് ചെയ്യാം, അല്ലേ? നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും പറയാം. ഇങ്ങനെ വന്ന് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ആക്ട് ചെയ്യാം, ഇങ്ങനെ ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ വന്ന് ആക്ട് ചെയ്യാം, അല്ലേ? ഏത് ആംഗിളിൽ വേണമെങ്കിലും വിൻഡ് വന്ന് എന്ത് ചെയ്യാം? ആക്ട് ചെയ്യാം ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ ആ ഒരു റൺവേയിൽ. അപ്പോൾ ഈ ഒരു വിൻഡിൻ്റെ ഡയറക്ഷനെ എനിക്ക് അതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റായിട്ടും വെർട്ടിക്കൽ കമ്പോണൻ്റായിട്ടും എനിക്ക് എന്ത് ചെയ്യാം? റിസോൾവ് ചെയ്യാമല്ലോ. നമ്മളൊരു ഫോഴ്സ്, ഒരു ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എനിക്കതിനെ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? റിസോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ആ ഒരു വിൻഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും റിസോൾവ് ചെയ്യാം. അപ്പോൾ എനിക്ക് എങ്ങനെയൊക്കെ റിസോൾവ് ചെയ്യാമായിരിക്കും? അതായത് വിൻഡിൻ്റെ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിൽ, എച്ച് ഡയറക്ഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വിൻഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഈ ഒരു ഡയറക്ഷനിൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് വരും. സപ്പോസ് ഇങ്ങനെയാണ് വിൻഡ് ആക്ട് ചെയ്യുന്നതെങ്കിലോ ഈ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിരിക്കും വരുന്നത്, ആണല്ലോ. അപ്പോൾ അത് പ്രകാരമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു ഡയറക്ഷൻ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷൻ വരും. അതുപോലെ തന്നെ ക്രോസ് വിൻഡ് കമ്പോണൻ്റ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഡയറക്ഷനും വരും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ, ഇതാണ് നമ്മുടെ എയർക്രാഫ്റ്റ്, അല്ലേ? ആ എയർക്രാഫ്റ്റിൻ്റെ ഹെഡിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഈ ഒരു കമ്പോണൻറ്റ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെഡ് വിൻഡ് കമ്പോണൻറ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഹെഡ് വിൻഡ് കമ്പോണൻറ്റ്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ഇതാണ് അതിൻ്റെ ടെയിലെൻഡ് എന്ന് പറഞ്ഞത്. ഇതാണ് ടെയിലെൻഡ്. ആ ടെയിലെൻഡിൻ്റെ നേർക്ക് വരുന്ന ആ ഒരു കമ്പോണൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെയിൽ വിൻഡ് കമ്പോണൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എയർക്രാഫ്റ്റിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഏതൊരു വിൻഡ് കമ്പോണൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്രോസ് വിൻഡ് കമ്പോണൻ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ക്രോസ് വിൻഡ് കമ്പോണൻ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കമ്പോണൻസ് ഓഫ് നമ്മുടെ വിൻഡിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? നമുക്കൊരു ഹെഡ് വിൻഡ് കമ്പോണൻ്റ് ഉണ്ട്, ടെയിൽ വിൻഡ് ഉണ്ട്, ക്രോസ് വിൻഡ് കമ്പോണൻ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു റൺവേ ഏത് ഡയറക്ഷനിലാണ് ഓറിയൻറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ ഒരു ഏരിയയുടെ വിൻഡിൻ്റെ ഡയറക്ഷൻ ഏതാണോ അവിടെ എപ്പോഴും മോസ്റ്റ് ഓഫ് ദ ടൈം അവിടെ ഏത് ഡയറക്ഷനാണോ വിൻഡ് ആക്ട് ചെയ്യുന്നത്, സപ്പോസ് ഇപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു ഡയറക്ഷനിലാണ് എപ്പോഴും വിൻഡ് ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? റൺവേ അതിന് എലോങ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഓറിയൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടുത്തെ പ്രിവെയിലിംഗ് വിൻഡ് കണ്ടീഷൻ ഏതാണോ, ഏത് ഡയറക്ഷനിലാണോ ആക്ട് ചെയ്യുന്നത്, ആ ഡയറക്ഷനിൽ വേണം എന്ത് ചെയ്യേണ്ടത്? റൺവേ ഓറിയൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്താണ് ടെയിൽ വിൻഡ് കമ്പോണൻ്റ് എന്ന് ചോദിച്ചാൽ, ടെയിൽ വിൻഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഈ ഒരു എയർക്രാഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നു, അല്ലേ? അതായത് ഇപ്പോൾ ഈ ഒരു ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെയിലിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ലാൻഡിങ്ങിനാണെങ്കിലും ടേക്ക് ഓഫിനാണെങ്കിലും ഈ എയർക്രാഫ്റ്റ് കുറച്ച് ഡിസ്റ്റൻസ് മുന്നോട്ട് മൂവ് ചെയ്യും, അല്ലേ? അപ്പോൾ ഈ ടെയിൽ വിൻഡ് കമ്പോണൻ്റ് ആണ് ഈ ഒരു എയർക്രാഫ്റ്റിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ എയർക്രാഫ്റ്റ് നമ്മൾ സാധാരണ എടുക്കുന്ന സമയത്തേക്കാൾ ഡിസ്റ്റൻസിനേക്കാളും കുറച്ചുകൂടെ എന്ത് ചെയ്യും? ഫ്രണ്ടിലേക്ക് നീങ്ങിയിട്ടായിരിക്കും ലാൻഡിങ് ആയാലും ടേക്ക് ഓഫ് ആയാലും അവിടെ നടക്കുന്നത്. സോ ടെയിൽ വിൻഡ് കമ്പോണൻ്റ് എന്ത് ചെയ്യും? ഇറ്റ് ഇൻക്രീസ് ദ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് ഡിസ്റ്റൻസ്. ടെയിൽ വിൻഡ് കമ്പോണൻ്റ് എന്ത് ചെയ്യും? ഇറ്റ് ഇൻക്രീസ് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി സപ്പോസ് നമ്മുടെ ഈ ഒരു വിൻഡ് ആ ഒരു എയർക്രാഫ്റ്റിൻ്റെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ്, അതായത് ഹെഡിൻ്റെ ഡയറക്ഷനിലാണ് ഈ ഹെഡ് വിൻഡ് കമ്പോണൻ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ എന്തായിരിക്കും? ഈ ഒരു എയർക്രാഫ്റ്റ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും അതിന് നേരെ ഒരു ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുകയാണ്, അല്ലേ? വിൻഡിൻ്റെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു ലാൻഡിങ് ടേക്ക് ഓഫ് ഡിസ്റ്റൻസിന് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും.
ഓക്കെ, ലാൻഡിങ്ങും ടേക്ക് ഓഫും ഡിസ്റ്റൻസിന് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യാൻ ഹെഡ് വിൻഡ് കമ്പോണൻറ്റ് നമ്മളെ സഹായിക്കും. അപ്പോൾ മോസ്റ്റ് ഫേവറബിൾ വിൻഡ് കമ്പോണൻറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഹെഡ് വിൻഡ് കമ്പോണൻറ്റ്. എന്താണ് മോസ്റ്റ് ഫേവറബിൾ വിൻഡ് കമ്പോണൻറ്റ്? മോസ്റ്റ് ഫേവറബിൾ വിൻഡ് കമ്പോണൻറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇറ്റ് ഈസ് ഹെഡ് വിൻഡ് കമ്പോണൻ്റ് ആണ്. ഇനി ക്രോസ് വിൻഡ് കമ്പോണൻ്റ് വന്നാൽ എന്താണ് അവിടെ പ്രശ്നം? ക്രോസ് വിൻഡ് കമ്പോണൻ്റ് അവിടെ കൂടുതൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എയർക്രാഫ്റ്റ് ഈ ഒരു റൺവേയിൽ നിന്നും തെന്നി മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്? ഈ ക്രോസ് വിൻഡ് കമ്പോണൻ്റ് പെർമിസിബിൾ ലിമിറ്റിൽ ആക്കുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ആ ഒരു റൺവേ അലൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഓറിയൻറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റൺവേ എപ്പോഴും ഓറിയൻറ്റ് ചെയ്യുന്ന ഏത് ഡയറക്ഷനാണ്, അവിടുത്തെ പ്രിവെയിലിംഗ് വിൻഡിൻ്റെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷൻ അലോങ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, റൺവേ ഓറിയൻറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള കമ്പോണൻറ്റ് വിൻഡ് കമ്പോണൻറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഹെഡ് വിൻഡ് കമ്പോണൻ്റ് ആണ്. ടെയിൽ വിൻഡിൻ്റെ പ്രത്യേകത എന്താണ്? അതെന്ന് പറഞ്ഞാൽ ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഡിസ്റ്റൻസും കൂട്ടും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും റൺവേ അലൈൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ഹെഡ് വിൻഡും ടെയിൽ വിൻഡിനും നോക്കിയിട്ടല്ല നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ അവിടുത്തെ ഏറ്റവും ഡിസൈറബിൾ ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ് ക്രോസ് വിൻഡ് കമ്പോണൻ്റ് ആണ്. ക്രോസ് വിൻഡിൻ്റെ പെർമിസിബിൾ ലിമിറ്റ്, അവിടെ വരുന്ന പെർമിസിബിൾ ലിമിറ്റ് എത്രയാണെന്ന് നോക്കുക. ഓക്കെ, ആ ഒരു ഡയറക്ഷനിൽ വരുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വരുന്ന ക്രോസ് വിൻഡിൻ്റെ വെലോസിറ്റി അത് എത്രയാണെന്ന് നോക്കണം. അത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, റൺവേ അലൈൻ ചെയ്യാൻ. ഇത് രണ്ടും നോക്കിയില്ലെങ്കിൽ നമ്മൾ എന്ത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രോസ് വിൻഡ് കമ്പോണൻറ്റ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ക്രോസ് വിൻഡ് കമ്പോണൻറ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു എയർക്രാഫ്റ്റ്, അത് ചെറിയൊരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള അല്ലെങ്കിൽ ബിഗ് എയർക്രാഫ്റ്റാണ്. അപ്പോൾ ഈ ഓരോ ടൈപ്പിനും അതിൻ്റെ പെർമിസിബിൾ ആയിട്ടുള്ള ക്രോസ് വിൻഡ് ഉണ്ട്, പെർമിസിബിൾ ക്രോസ് വിൻഡിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, റൺവേ അലൈൻ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പെർമിസിബിൾ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മുടെ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമുക്കുണ്ട് ഏതൊക്കെയാണ്, സ്മോള്, മീഡിയം ആൻഡ് ബിഗ്. ഓക്കെ, ഈ 3 സൈസിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പെർമിസിബിൾ ക്രോസ് വിൻഡിൻ്റെ വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പെർമിസിബിൾ ക്രോസ് വിൻഡിൻ്റെ വരുന്നത് 15 km/h, 25 km/h ആൻഡ് 35 km/h. ഇത് പഠിക്കാൻ എളുപ്പമുണ്ട്. എന്താണ് നമ്മുടെ 15, അത് മാത്രം ഓർക്കുക. സ്മോളിന് 15 പിന്നെ 10 വെച്ച് കൂട്ടി വന്നാൽ 10, 25, 35 അത്രയും km/h ആണ് ഓരോ പെർട്ടിക്കുലർ എയർക്രാഫ്റ്റ് എന്തുണ്ട് അതിൻ്റെ കമ്പോണൻറ്റ് ഉള്ളത്. ഓക്കെ, പെർമിസിബിൾ ക്രോസ് വിൻഡിൻ്റെ വാല്യൂ ആണ് ഇത്. അപ്പോൾ ഈ ഒരു വാല്യൂവിനകത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ വരുന്ന ക്രോസ് വിൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്മോൾ എയർക്രാഫ്റ്റ് ആണെന്ന് വയ്ക്കാം. അവിടെ വരുന്ന ക്രോസ് വിൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 25 km/h ആണെങ്കിൽ എനിക്ക് ഈ ഒരു ഡയറക്ഷനിൽ റൺവേ അലൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് മാറ്റി കൊടുക്കണം. ഓക്കെ അല്ലേ? ദെൻ ഇനി നമുക്കിത് പഠിക്കാനുള്ള ഒരു ടേമാണ് വാട്ട് ഈസ് വിൻഡ് കവറേജ്. എന്താണ് വിൻഡ് കവറേജ്? ഓക്കെ, ബൈ ഡെഫിനിഷൻ ഇത് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ടൈം ഇൻ എ ഇയർ. എന്താണ് പെർസെൻറ്റേജ് ടൈം ഇൻ എ ഇയർ? ഒരു ഇയറിൽ ഒരു പെർസെൻറ്റേജ് ടൈമാണ് ഡ്യൂറിങ് വിച്ച് ദിസ് എന്താണ് ആ ഒരു സമയത്ത് എന്തായിരിക്കണം, അവിടുത്തെ ക്രോസ് വിൻഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഈസ് വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വിൻഡ് കവറേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വിൻഡ് കവറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർസെൻറ്റേജ് ടൈം ഇൻ ഇയർ. ഒരു വർഷത്തിൽ ഇത്രയോ ദിവസം എന്താണ് ക്രോസ് വിൻഡ് കമ്പോണൻറ്റ് എന്താണ് ആ ഒരു പെർമിസിബിൾ ലിമിറ്റിന് അകത്താണെന്നുണ്ടെങ്കിൽ എത്ര സമയമാണ് ആ പെർസെൻറ്റേജ് ആ ഒരു ക്രോസ് വിൻഡ് കമ്പോണൻറ്റ് പെർമിസിബിൾ ലിമിറ്റിലായിരുന്നു അതേ ഡിവൈഡ് ബൈ ടോട്ടൽ ഡേയ്സ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വിൻഡ് കവറേജ് നമുക്ക് കിട്ടും. ഇനി നമ്മളൊരു ബിസി എയർപോർട്ടിൻ്റെ കേസിലാണെങ്കിൽ വിൻഡ് കവറേജ് എന്ന് പറയുന്നത് 98 to 99% ആയിരിക്കണം. അതായത് 98 to 99% ടൈമിൽ എന്തായിരിക്കും ആ ഒരു ക്രോസ് വിൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർമിസിബിൾ ലിമിറ്റിലായിരിക്കും ആ ഒരു ഏരിയയിൽ. അപ്പോൾ ഫോർ ബിസി എയർപോർട്ട് അതിൻ്റെ വാല്യൂ എന്ന് എത്രയാണ് 98 to 99% ആണ്. അപ്പോൾ വിൻഡ് കവറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പെർസെൻറ്റേജ് ടൈം ഇൻ എ ഇയർ ഡ്യൂറിങ് വിച്ച് ദ ക്രോസ് വിൻഡ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ്. ഇനി ഇതുപോലൊരു ടേമാണ് നമുക്ക് നോക്കാനുള്ളത്. ഇറ്റ് ഈസ് കാം പീരിയഡ്. എന്താണ് കാം പീരിയഡ്. ഓക്കെ, കാം പീരിയഡ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ് പെർസെൻറ്റേജ് ഓഫ് ടൈം ഇൻ എ ഇയർ ആണ്. ഓക്കെ, ഇത് എന്ത് തന്നെയാണ് പെർസെൻറ്റേജ് ഓഫ് ടൈം
ഇൻ എ ഇയർ തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഡ്യൂറിങ് വിച്ച് വിൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത്, ഇവിടെ എന്താണ് വിൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ 6.4 km/h. അപ്പം അവിടുത്തെ വിൻഡ് വെലോസിറ്റി 6.4 km/h താഴെ ആയിട്ടുള്ള എത്ര സമയമുണ്ട്, ഓക്കെ, ഒരു ഇയറിൽ എത്ര ദിവസങ്ങൾ വരെ എന്ത് ചെയ്യുന്നത് വെൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 6.4 km/h താഴെയാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാം പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാം പീരീഡ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ടൈം ഇൻ എ ഇയർ ഡ്യൂറിങ് വിച്ച് വെൻ വെലോസിറ്റി എന്ന് പറയുന്നത് 6.4 km/h, വിൻ വെലോസിറ്റി ലെസ് ദാൻ 6.4 km/h. അപ്പോൾ നമ്മുടെ നമ്മുടെ ക്രോസ് വിൻഡ് കമ്പോണൻറ്റ് പെർമിസിബിൾ ലിമിറ്റിന് അകത്ത് ആയിരിക്കുന്ന അത്രയും പെർസെൻറ്റേജ് ടൈമിനെ നമ്മൾ എന്ത് വിളിക്കും, വിൻ കവറേജ് എന്ന് വിളിക്കാം. ഇനി വിൻഡ് വെലോസിറ്റി 6.4 km/h താഴെയായിരിക്കുന്ന അത്രയും സമയത്തിൻ്റെ പെർസെൻറ്റേജിനെ നമ്മൾ കാം പീരീഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് വിൻഡ് റോസ് ഡയഗ്രാം. അടുത്തൊരു ടേം എന്ന് പറയുന്നതാണ് നമ്മുടെ വിൻഡ് റോസ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ വിൻഡ് റോസ് ഡയഗ്രത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഈ വിൻഡ് റോസ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബിഫോർട്ട് സ്കെയിൽ. ഇതെന്തിനാണ്, ടു മെഷർ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബിഫോർട്ട് സ്കെയിൽ. പിന്നെ ഒന്ന് യൂസ് ചെയ്യുന്നത് വിൻഡ് കോൺ ആൻഡ് വിൻഡ് ടി. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, ടു ഫൈൻഡ് ഡയറക്ഷൻ, വിൻഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് ഇത് രണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിൻഡ് റോസ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഇൻസ്ട്രുമെൻറ്റ് ഏതൊക്കെയാണ്, ബിഫോർട്ട് സ്കെയിലുണ്ട്, വിൻഡ് കോൺ ആൻഡ് വിൻഡ് ടിയും ഉണ്ട്. ബിഫോർട്ട് സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനാണ്, വിൻഡ് കോൺ ആൻഡ് വിൻഡ് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 5 to 10 ഇയേഴ്സിൻ്റെ അവിടുത്തെ ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ഡയഗ്രത്തിൻ്റെ ഷേപ്പ് ഒരു റോസിൻ്റെ ഷേപ്പിന് ആയിട്ടിരിക്കുന്ന റോസിൻ്റെ ഷേപ്പിനെ റിസംബിൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ വിൻഡ് റോസ് ഡയഗ്രം എന്ന് വിളിക്കുന്നത്. അതൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ 5 to 10 ഇയേഴ്സിൻ്റെ ഡേറ്റ എന്ത് ചെയ്യുന്നു, നമ്മൾ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഏരിയ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് നമ്മൾ കൊടുക്കുന്നു. ആ ഒരു ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളത് ആ ഒരു വിൻഡ് റോസ് ഡയഗ്രം എന്നതാ ഇങ്ങനെ കുറേ കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ടാവും, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറേ റേഡിയൽ ലൈൻസ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രം എന്ന് പറയുന്നത് അതിനകത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഒരു വിൻഡ് റോസ് ഡയഗ്രാം നമുക്ക് കാണാനായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 to 10 വർഷത്തെ 5 to 10 ഇയേഴ്സിനകത്തുള്ള ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വിൻഡ് റോസ് ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ഫോർ ഓറിയൻറ്റേഷൻ ഓഫ് റൺവേ. എന്താണ് ഓറിയൻറ്റേഷൻ ഓഫ് റൺവേ ഓറിയൻറ്റേഷന് നമുക്ക് എന്ത് ചെയ്യാം, ഈ വിൻഡ് റോസ് ഡയഗ്രം നമുക്ക് യൂസ് ചെയ്യാം. കാരണം വിൻഡ് റോസ് ഡയഗ്രം നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ഈ പർട്ടിക്കുലർ ഏരിയയിലെ വിൻഡിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കിട്ടും. അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൺവേ ഓറിയൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വിൻഡ് റോസ് ഡയഗ്രാം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓറിയൻറ്റേഷൻ ഓഫ് റൺവേ. ഇനി ഈ വിൻഡ് റോസ് ഡയഗ്രം എന്ന് പറയുന്നത് 2 ടൈപ്പാണുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓക്കെ, വിൻഡ് റോസ് ഡയഗ്രാം 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്പ് 1 വിൻഡ് റോസ് ഡയഗ്രാം. ഏതാണ് ടൈപ്പ് 1 വിൻഡ് റോസ് ഡയഗ്രാം. അപ്പോൾ ടൈപ്പ് 1 വിൻഡ് റോസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ആൻഡ് ഡ്യൂറേഷൻ. അപ്പോൾ ടൈപ്പ് 1 എന്തുണ്ട്, ഡയറക്ഷനും അതുപോലെ തന്നെ ഡ്യൂറേഷനും മാത്രമാണ് ടൈപ്പ് 1 വിൻഡ് റോസ് ഡയഗ്രത്തിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ റെപ്രസെൻറ്റ്സ് ഡയറക്ഷൻ ആൻഡ് ഡ്യൂറേഷൻ. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇതിലുള്ള റേഡിയൽ ലൈൻ, ആ ഗ്രാഫിലെ റേഡിയൽ ലൈനാണ് ഡയറക്ഷനെ സൂചിപ്പിക്കുന്നത്. അവിടുത്തെ കോൺസെൻട്രിക് സർക്കിൾസ് ആണ് എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രിക് സർക്കിൾസ്. ഓക്കെ, അതാണ് ഡ്യൂറേഷനെ കാണിക്കുന്നത്. അപ്പം ദാ ഈ കാണുന്ന റേഡിയൽ ലൈൻ കണ്ടല്ലോ, ഇതാ ഈ കാണുന്ന റേഡിയൽ ലൈൻ, ഈ റേഡിയൽ ലൈൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഡയറക്ഷൻ, വിൻഡിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. ആൻഡ് ദീസ് കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ്, ഡ്യൂറേഷനെയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ടൈപ്പ് 1 നിന്ന് അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി കിട്ടുന്നുണ്ടോ, ഇല്ല. ഓക്കെ, ഇനി ഡയറക്ഷൻ ഓഫ് ലോങ്ങസ്റ്റ് റേഡിയൽ ലൈൻ റെപ്രസെൻറ്റ് ഓറിയൻറ്റേഷൻ ഓഫ് റൺവേ. ഓക്കെ, എവിടെയാണോ ലോങ്ങസ്റ്റ് റേഡിയൽ ലൈനിൻ്റെ ഡയറക്ഷൻ ഏതാണോ അതാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു റൺവേയുടെ ഓറിയൻറ്റേഷൻ കാണിക്കുന്നത്. അപ്പോൾ എന്താണ്, ഡയറക്ഷൻ ഓഫ് ലോങ്ങസ്റ്റ് റേഡിയൽ ലൈനിൻ്റെ ഡയറക്ഷൻ ഏതാണോ കാണിക്കുന്നത് അതാണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ റൺവേയുടെ ഓറിയൻറ്റേഷൻ. ഇനി അടുത്ത് വരുന്നത്
ടൈപ്പ് 2 അടുത്തതാണ് ടൈപ്പ് 2 വിൻഡ്രോസ് ഡയഗ്രാം. ഓക്കെ, ടൈപ്പ് 2 വിൻഡ്രോസ് ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് 3 ഡേറ്റയാണ് കിട്ടുന്നത്. നമ്മൾ നേരത്തെ ഏതൊക്കെയായിരുന്നു? ഡയറക്ഷൻ ആൻഡ് ഡ്യൂറേഷൻ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡയറക്ഷൻ കിട്ടും, ഡ്യൂറേഷൻ കിട്ടും, അതുപോലെ തന്നെ വേറെ എന്ത് കിട്ടും? നമ്മുടെ ഇൻറ്റൻസിറ്റി കൂടെ കിട്ടും. അതാണ് ടൈപ്പ് 2 വിൻഡ്രോസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്ത് തന്നെയാണ്? റേഡിയൽ ലൈൻ എന്ന് പറയുന്നത് എന്തിനായിരിക്കും സൂചിപ്പിക്കുന്നത്? ഡയറക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, റേഡിയൽ ലൈൻ റെപ്രസെൻറ്റ്സ് ഡയറക്ഷൻ. കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത്, ഓക്കെ, കോൺസെൻട്രിക് സർക്കിൾസ് ആണ് ഇൻറ്റൻസിറ്റിയെ കാണിക്കുന്നത്. ഓക്കെ, ഇൻറ്റൻസിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആരാണ്? കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞു ഡയറക്ഷനെ കാണിക്കുന്നത് റേഡിയൽ ലൈൻ തന്നെയാണ്. ഓക്കെ, റേഡിയൽ ലൈനാണ് ഡയറക്ഷനെ കാണിക്കുന്നത്. കോൺസെൻട്രേറ്റ് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻറ്റൻസിറ്റിയെ കാണിക്കുന്നു. ദെൻ അവിടുത്തെ ഓരോ സെക്ടറൽ വാല്യൂ ആണ് റെപ്രസെൻറ്റ്സ് ഡ്യൂറേഷൻ എന്നാണ് സെക്ടറൽ വാല്യൂ. ഓക്കെ, സെക്ടറൽ വാല്യൂസ്. ഓക്കെ, സെക്ടറൽ വാല്യൂസ് ആണ് എന്തെന്നോ, അതായത് ഓരോ സെക്ടർ ഇപ്പോൾ ഇത്രയും ഇങ്ങനെ നമ്മളൊരു ഗ്രാഫ് ഒരു എന്താണ് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു പേപ്പർ എടുക്കും. അതിനകത്തേക്ക് വരുന്ന എല്ലാത്തിൻ്റെയും ഏരിയാസ് നമ്മളിങ്ങനെ ഇതെടുക്കും. ഓക്കെ, ഏരിയാസ് എല്ലാം എന്തെയും ആഡ് ചെയ്തെടുക്കാം. സോ അതിനാണ് നമ്മൾ എന്താ സെക്ടറൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഓരോ സെക്ടറിലുള്ള ഈ വാല്യൂസ്, ഇതൊരു സെക്ടറാണ്, ഇത് അടുത്തൊരു സെക്ടറാണ്. ഓക്കെ, ഓരോ സെക്ടറിലെ വാല്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ ഡ്യൂറേഷൻ കൊടുക്കുന്ന. അപ്പോൾ ടൈപ്പ് 2 വിൻഡ്രോസ് ഡയഗ്രത്തിൽ നോക്കുവാണെങ്കിൽ റേഡിയൽ ലൈൻ എന്തിനെ കാണിക്കും? ഡയറക്ഷനെ കാണിക്കും. സെക്ടറൽ വാല്യൂസ് ഡ്യൂറേഷനെ കാണിക്കും. കോൺസെൻട്രേറ്റ് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻറ്റൻസിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ടൈപ്പ് 2ലാണ് ഞാൻ പറഞ്ഞ ഇതേപോലെ ഒരു ട്രേസിങ് പേപ്പർ, ഓക്കെ, ട്രാൻസ്പാരൻ്റ് ഒരു ട്രേസിങ് പേപ്പർ, അതിൻ്റെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്, ഈ ഒരു ട്രേസിങ് പേപ്പറിൻ്റെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ പെർമിസിബിൾ ക്രോസ് വിൻഡ് കമ്പോണൻറ്റിന് ഈക്വൽ ആയിരിക്കും. എന്താണ് പെർമിസിബിൾ ക്രോസ് വിൻഡ് കമ്പോണൻറ്റിന് ഈക്വൽ ആയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇതെന്ന്. അപ്പോൾ ഇതൊന്നും എന്താണ്? നമ്മുടെ ട്രേസിങ് പേപ്പറാണ്. ഓക്കെ, അതിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് ഏതിലാണ് നമ്മൾ എന്നിട്ട് ഈ ട്രേസിങ് പേപ്പറിനെ നമ്മൾ ഓരോ ഡയറക്ഷനിലും ഇങ്ങനെ വെച്ചിട്ട് എന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. ഏതിലാണോ മാക്സിമം ഏരിയ തരുന്നത് ആ ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റൺവേ അലൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വിൻഡ്രോസ് ഡയഗ്രത്തിൽ നമുക്ക് പറയാനുള്ളത്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 വിൻഡ്രോസ് ഡയഗ്രം ഉണ്ട്. ടൈപ്പ് 1ൽ നമുക്ക് ഡയറക്ഷൻ ഡ്യൂറേഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. റേഡിയൽ ലൈൻ റെപ്രസെൻറ്റ്സ് ഡയറക്ഷൻ, കോൺസെൻട്രേറ്റ് സർക്കിൾസ് റെപ്രസെൻറ്റ്സ് ഡ്യൂറേഷൻ. അപ്പോൾ ഏത് മാക്സിമം, അതായത് ഹയസ്റ്റ് ലോങ് ലെങ്ത് ഉള്ള റേഡിയൽ ലൈൻ ഏത് ഡയറക്ഷനിലാണോ വരുന്നത് അതാണ് അതിൻ്റെ റൺവേയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ടൈപ്പ് 2ലാണ് നമുക്ക് ഡയറക്ഷൻ ഡ്യൂറേഷൻ ഇൻറ്റൻസിറ്റിയും തരും. റേഡിയൽ ലൈൻ റെപ്രസെൻറ്റ്സ് ഡയറക്ഷൻ, സെക്ടറൽ വാല്യൂസ് എന്ന് പറഞ്ഞ ഡ്യൂറേഷൻ തരും, ഇൻറ്റൻസിറ്റിയാണ് കോൺസെൻട്രേറ്റ് സർക്കിൾസ്. ഇത് നമ്മൾ എന്ത് ഇവിടെ ഒരു ട്രേസിംഗ് പേപ്പർ യൂസ് ചെയ്യുക. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് പെർമിസിബിൾ ക്രോസ് വിൻഡ് കമ്പോണൻറ്റിന് ഈക്വൽ ആയിരിക്കും. എന്നിട്ട് ഏത് ഡയറക്ഷനാണോ നമുക്ക് മാക്സിമം ഏരിയ കിട്ടുന്നത് ആ ഡയറക്ഷൻ ആയിരിക്കും നമ്മുടെ റൺവേയുടെ ഡയറക്ഷനായിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് വിൻഡ്രോസ് ഡയഗ്രത്തിൽ പറയാനുള്ളത്. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ റൺവേ ലെങ്ത്. ഓക്കെ, എന്താണ് റൺവേ ലെങ്ത്? റൺവേ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബേസിക് റൺവേ ലെങ്ത് ഉണ്ട്. ഓക്കെ, ബേസിക് റൺവേ ലെങ്ത്. അപ്പോൾ ഈ ബേസിക് റൺവേ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് റൺവേ ബേസ്ഡ് ഓൺ സം അസംഷൻ. ഓക്കെ, അസംഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള എന്താണ് റൺവേ ലെങ്ത് ആണ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് റൺവേ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ, ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റൺവേ ലെങ്ത് എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ എന്തിനൊക്കെ വേണ്ടിയായിരിക്കും റൺവേ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നോർമൽ ലാൻഡിങ് വരുന്ന സമയത്ത് എത്രയായിരിക്കണം റൺവേ ലെങ്ത്? അതുപോലെ തന്നെ നോർമൽ ടേക്ക് ഓഫിൻ്റെ സമയത്ത് എത്രയായിരിക്കും റൺവേ ലെങ്ത്? അതുപോലെ തന്നെ എൻജിൻ ഫെയിലിയർ കണ്ടീഷൻ. ഓക്കെ, ഈ എല്ലാ കേസസിലും നമ്മൾ എന്ത് ചെയ്യണം? റൺവേയുടെ ലെങ്ത് ഇതിനെല്ലാം കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇനി ഈ ഒരു 3 വാല്യൂസ്, ഓക്കെ, ഹയസ്റ്റ് എമംഗ് ദീസ് 3 ഈസ് ടേക്കൺ ആസ് ഫൈനൽ ലെങ്ത്. അപ്പോൾ ഇതിൻ്റെ ഹയസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈനൽ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ബേസിക് റൺവേ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം അസംഷൻസ്. ആൻഡ് ഈ ബേസിക് റൺവേ ലെങ്ത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നോർമൽ ലാൻഡിങ് കണ്ടീഷനിലെ റൺവേ ലെങ്ത് എത്രയായിരിക്കണം? നോർമൽ ടേക്ക് ഓഫിൻ്റെ കേസിൽ റൺവേ ലെങ്ത് എത്രയായിരിക്കണം? അതുപോലെ എൻജിൻ ഫെയിലിയർ കണ്ടീഷനിൽ റൺവേ ലെങ്ത് എത്രയായിരിക്കണം? ഇതിൻ്റെ എല്ലാം ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബേസിക് റൺവേ ലെങ്ത് കണ്ടെത്തുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഏതാണോ ഹയസ്റ്റ് വാല്യൂ അതിനാണ് നമ്മൾ ഫൈനൽ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്.
ഓക്കെ, ഇനി ഇതിൽ നമ്മൾ അസംഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ആ അസംഷൻസ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അസംഷൻസ്. ബേസിക് റൺവേ ലെങ്ത് എന്ന് പറയുന്നത് ഈസ് ബേസ്ഡ് ഓൺ സം അസംഷൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് എയർപോർട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് മീൻ സീ ലെവൽ. എന്താണ്? മീൻ സീ ലെവലിലാണ് എയർപോർട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് അസംഷൻ. എയർപോർട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് മീൻ സീ ലെവൽ. ഇനി അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എയർപോർട്ടിൻ്റെ ഇരിക്കുന്ന ആ സ്ഥലത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ആണെന്നും അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്ന് എന്താണ്? മീൻ സീ ലെവലിലാണ് എയർപോർട്ട് ഇരിക്കുന്നത്. എയർപോർട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? 15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ഓക്കെ, ഇനി റൺവേ എന്ന് പറയുന്നത് ഈസ് ലെവൽഡ്. ഓക്കെ, റൺവേ ഈസ് ലെവൽഡ് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ എന്ത് ചെയ്യണം? റൺവേ എന്ന് പറയുന്നത് ലെവൽഡ് ആയിരിക്കണം. ഓക്കെ, ഇനി അവിടെ വേറെ ഒന്നൊന്നും അടുത്തൊരു അസംഷൻ എന്ന് പറഞ്ഞാൽ നോ വിൻഡ് ഈസ് ബ്ലോയിങ്. എന്താണ്? ഒരു വിൻഡും ബ്ലോ ചെയ്യുന്നില്ല. എവിടെ? ഓൺ റൺവേ. റൺവേയിൽ ഒരു വിൻഡും ബ്ലോ ചെയ്യുന്നില്ല എന്നുള്ള അസംഷനിലാണ്. പക്ഷെ അത് ആക്ച്വലി അങ്ങനെയാണോ? അല്ല. ഇനി എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഫുള്ളി ലോഡഡ് എയർക്രാഫ്റ്റ്. എപ്പോഴും ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് എന്നായിരിക്കും നമ്മൾ റൺവേയിലോട്ട് വരുന്നത്? അല്ല. അപ്പോൾ എയർക്രാഫ്റ്റ് ഫുള്ളി ലോഡഡ് ആയിട്ടായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോഡ് എയർക്രാഫ്റ്റിൽ ലോഡ് കൂടുതലാണെങ്കിൽ നമ്മുടെ ഈ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനൊക്കെ എടുക്കുന്ന ഡിസ്റ്റൻസ് കുറച്ച് മതി. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഫുള്ളി ലോഡഡ് അല്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അതിന് കൂടുതൽ ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യമായിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അസംഷൻസ് ഒന്നുകൂടെ പറയുവാണ്. എന്താണ്? എയർപോർട്ട് എന്ന് പറഞ്ഞാൽ മീൻ സീ ലെവലിലായിരിക്കണം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി എയർപോർട്ട് എന്ന് പറയുന്നത് റൺവേ ഈസ് ലെവൽഡ് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. നോ വിൻഡ് ഈസ് ബ്ലോയിങ് ഇൻ ഓൺ റൺവേ. എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഈസ് ഫുള്ളി ലോഡഡ്. ഓക്കെ, ഇത്രയും അസംഷൻസിൻ്റെ ബേസിലാണ് നമ്മൾ ബേസിക് റൺവേ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ 3 കണ്ടീഷനും റൺവേ ലെങ്ത് കണ്ടുപിടിക്കുക. അതിൻ്റെ ഹയസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈനൽ ലെങ്ത് ആയിട്ട് യൂസ് ചെയ്യുന്നത്.